യുഎയിലുടനീളം കടുത്ത വേനൽ ചൂട് പാരമ്യത്തിൽ നിൽക്കുന്ന സമയമാണിത്. അബുദാബിയിലെയും ദുബായിലെയും നഗരവീഥികളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കനത്ത ഈർപ്പവും വെയിലുമാണ് പടർന്നു പന്തലിച്ച് നിൽക്കുന്നത്. എന്നാൽ അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തി പ്രദേശമായ മസാഫിയിൽ സംഭവിച്ചത് തികച്ചും വിപരീതമായ ഒന്നായിരുന്നു. കരിമ്പാറകൾ നിറഞ്ഞ പർവ്വത നിരകൾക്ക് മുകളിൽ പെട്ടെന്ന് കറുത്തിരുണ്ട മേഘങ്ങൾ തടിച്ചുകൂടുകയും തുടർന്ന് കനത്ത മഴയ്ക്കൊപ്പം വലിയ ആലിപ്പഴ വർഷമുണ്ടാവുകയും ചെയ്തു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്കരികിൽ വെച്ച് ആലിപ്പഴങ്ങൾ പെട്ടെന്ന് ഭൂമിയിൽ പതിക്കുന്നത് കണ്ട നാട്ടുകാർക്കും യാത്രക്കാർക്കും അത് അത്ഭുതകരമായ അനുഭവമായി മാറി. കിഴക്കൻ എമിറേറ്റുകളായ ഫിജേറയുടെയും റാസൽ ഖൈമയുടെയും അതിർത്തി ഗ്രാമമായ മസാഫിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഈ പ്രതിഭാസം. ഷാർജയിലെ അൽദൈദ്, സുഹൈല, അതുപോലെ ഗോർഫക്കാൻ പ്രദേശങ്ങളിലും ഇതോടൊപ്പം കനത്ത മഴയും കാറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വറ്റിവരണ്ട് കിടന്നിരുന്ന വാദികൾ അഥവാ മഴവെള്ളപ്പാച്ചിലിന്റെ ചാലുകൾ മിനിറ്റുകൾക്കുള്ളിൽ കവിഞ്ഞൊഴുകി. എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കടുത്ത ചൂട് തുടരുമ്പോൾ കിഴക്കൻ പർവ്വത മേഖലകളിൽ മാത്രം ഇത്തരത്തിൽ പെട്ടെന്ന് മഴയും ആലിപ്പഴ വർഷവും ഉണ്ടാകുന്നത്? ഇതിന് പിന്നിലുള്ള അന്തരീക്ഷ ശാസ്ത്രവും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. യുഎയുടെ കിഴക്കൻ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന കൂറ്റൻ ഹജാർ പർവ്വതനിരകൾ രാജ്യത്തിന്റെ പൊതുവായ മരുഭൂ കാലാവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മൈക്രോ ക്ലൈമറ്റ് അഥവാ പ്രാദേശിക അന്തരീക്ഷാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കുടിവെള്ള സ്രോതസ്സുകൾക്കും തണുത്ത കാലാവസ്ഥയ്ക്കും പേരുകേട്ട മസാഫി ഈ പർവ്വത താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്ത് അറേബ്യൻ ഉൾക്കടലിൽ നിന്നും ഒമാൻ കടലിൽ നിന്നും ഉയർന്നു വരുന്ന ഈർപ്പമുള്ള കാറ്റ് ഈ പർവ്വത നിരകളിൽ തട്ടി ഉയരുമ്പോൾ അത് പ്രദേശത്തെ കാലാവസ്ഥയെ പെട്ടെന്ന് മാറ്റിയെഴുതുന്നു. കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റും മരുഭൂമിയിലെ കടുത്ത ചൂടും പർവ്വത നിരകളുടെ ഉയരവും ഒത്തുചേരുമ്പോൾ ഹജാർ മേഖലയിൽ വേനൽക്കാലത്ത് മഴയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. പർവ്വത നിരകൾക്കിടയിലെ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ സാധാരണ താപനിലയേക്കാൾ കുറവ് രേഖപ്പെടുത്താറുണ്ടെങ്കിലും വേനൽക്കാലത്തുണ്ടാകുന്ന ഇത്തരം പെട്ടെന്നുള്ള മഴകൾ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വേനൽക്കാലത്ത് മസാഫിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഈ കനത്ത മഴയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൺവെക്റ്റീവ് ക്ലൗഡ്സ് അഥവാ സംവഹന മേഘങ്ങളാണ്. കടുത്ത വേനലിൽ പർവ്വതങ്ങളിലെ കരിമ്പാറകൾ ശക്തമായി ചൂടാകുമ്പോൾ അവയ്ക്ക് മുകളിലുള്ള വായു പെട്ടെന്ന് ചൂടായി ഭാരം കുറഞ്ഞ് മുകളിലേക്ക് അതിവേഗത്തിൽ ഉയരുന്നു. ഈ പ്രതിഭാസത്തെ തെർമൽ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നു. ഉയർന്ന അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഈ ചൂടുവായു അവിടെയുള്ള തണുത്ത അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അതിവേഗം സാന്ദ്രീകരിക്കപ്പെടുകയും കൂറ്റൻ കുമുലോനിംബസ് മേഘരൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരം മേഘങ്ങളുടെ ഉള്ളിൽ ശക്തമായ വായു പ്രവാഹങ്ങൾ അഥവാ അപ്ഡ്രാഫ്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. മേഘത്തിനുള്ളിലെ ജലത്തുള്ളികളെ ഈ വായു പ്രവാഹം അന്തരീക്ഷത്തിന്റെ ഏറ്റവും തണുപ്പുള്ള ഉയർന്ന തട്ടുകളിലേക്ക് തള്ളിവിടുമ്പോൾ ആ ജലത്തുള്ളികൾ ഉറഞ്ഞ് കട്ടിയുള്ള ഐസ് കട്ടകളായി അഥവാ ആലിപ്പഴങ്ങളായി മാറുന്നു. ഇവയുടെ ഭാരം വർദ്ധിക്കുകയും മേഘത്തിനുള്ളിലെ വായു പ്രവാഹത്തിന് താങ്ങാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അവ താഴേക്ക് പതിക്കാൻ തുടങ്ങുന്നു. ഇതാണ് മസാഫിയിൽ കണ്ട ശക്തമായ ആലിപ്പഴ വർഷത്തിന് കാരണം. സാധാരണയായി മരുഭൂമിയിൽ വേനൽക്കാലത്ത് ഇത്തരം ആലിപ്പഴ വീഴ്ച അപൂർവമാണെങ്കിലും പർവ്വത മേഖലകളിൽ ഇത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. മലനിരകളിൽ പെയ്യുന്ന കനത്ത മഴ നിമിഷങ്ങൾക്കുള്ളിൽ താഴത്തെ താഴ്വരയിലേക്ക് കുതിച്ചെത്തുന്നു. വേനൽക്കാലത്ത് വറ്റിവരണ്ട് കല്ലും മണ്ണും നിറഞ്ഞു കിടക്കുന്ന വാദികൾ അഥവാ സ്വാഭാവിക മഴച്ചാലുകൾ കവിഞ്ഞൊഴുകാൻ മിനിറ്റുകൾ മാത്രം മതിയാകും. അൽദൈദിലും സുഹൈലയിലും ഉണ്ടായ കനത്ത മഴയിൽ വാദികൾ കരകവിഞ്ഞൊഴുകിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാൽനട യാത്രക്കാർക്കും വാഹനമോടിക്കുന്നവർക്കും വലിയ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് ഇത്തരം പെട്ടെന്നുള്ള മഴവെള്ളപ്പാച്ചിലുകൾ. വർഷത്തിൽ ഭൂരിഭാഗം സമയവും വരണ്ടുണങ്ങി കിടക്കുന്നതിനാൽ ഈ ചാലുകളിലൂടെ പെട്ടെന്ന് വെള്ളം ഇരച്ചെത്തുന്നത് പലപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കാറില്ല. അതിവേഗത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളം റോഡുകളിലേക്കും താഴ്ന്ന പ്രദേശങ്ങളിലേക്കും പടരുന്നതോടെ ഗതാഗതം തടസ്സപ്പെടുകയും ജീവന് തന്നെ അപകടമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. തീവ്രമായ ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്ന് യുഎയിലെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അഥവാ NCM, ഫിജേറ, ഗോർഫക്കാൻ, റാസൽ ഖൈമ തുടങ്ങിയ കിഴക്കൻ മേഖലകളിൽ യെല്ലോ, ഓറഞ്ച് അലേർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു. വേനൽക്കാലത്ത് രൂപപ്പെടുന്ന ഇത്തരം മേഘങ്ങൾക്കൊപ്പം ശക്തമായ കാറ്റും പൊടിപടലങ്ങളും ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൃശ്യപരത വളരെ കുറയാനിടയുണ്ട്. ചിലയിടങ്ങളിൽ മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. റോഡുകളിൽ വാഹനമോടിക്കുന്നവർ വേഗത കുറയ്ക്കണമെന്നും വാദികൾക്കും വെള്ളക്കെട്ടുകൾക്കും സമീപത്തേക്ക് പോകരുതെന്നും അധികൃതർ കർശനമായി നിർദ്ദേശിക്കുന്നു. മിന്നലും ഇടിമിന്നലുമുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിലോ ഉയർന്ന പ്രദേശങ്ങളിലോ നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും കാറ്റിൽ തകർന്നു വീഴാൻ സാധ്യതയുള്ള താൽക്കാലിക നിർമ്മാണങ്ങളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണമെന്നും സുരക്ഷാ ഏജൻസികൾ ഓർമ്മിപ്പിക്കുന്നു. തീരദേശ മേഖലകളിൽ രാത്രികാലങ്ങളിലും പുലർച്ചെയും ഈർപ്പമുള്ള അന്തരീക്ഷവും മൂടൽമഞ്ഞും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കടൽ ശാന്തമായിരിക്കുമെന്നാണ് പ്രവചനം. യുഎയിലെ കാലാവസ്ഥ എന്നാൽ കേവലം മരുഭൂമിയും കടുത്ത ചൂടും മാത്രമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം അനുഭവങ്ങൾ. ഭൂപ്രകൃതിയിലെ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യത്ത് ഒരു വശത്ത് വേനൽ ചൂട് കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത വശത്ത് മഞ്ഞുകട്ടകൾ വീഴുന്ന കാഴ്ച പ്രകൃതിയുടെ അത്ഭുതകരമായ സന്തുലിതാവസ്ഥയാണ് കാണിക്കുന്നത്.
വേനൽക്കാലത്തിന്റെ പകുതിയോടെ പർവ്വത മേഖലകളിൽ രൂപപ്പെടുന്ന ഇത്തരം മഴകൾ വരാനിരിക്കുന്ന ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രാദേശിക അന്തരീക്ഷ സമ്മർദ്ദങ്ങളും കാരണം വരും ദിവസങ്ങളിലും ഇത്തരം കൺവെക്റ്റീവ് മഴകളുടെ തീവ്രത വർദ്ധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ അറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും യാത്രക്കാരന്റെയും ഉത്തരവാദിത്തമാണ്. പ്രകൃതിയുടെ ഈ വിസ്മയ കാഴ്ചകളെ സുരക്ഷിതമായി നോക്കിക്കാണുന്നതിനൊപ്പം തന്നെ അതിലടങ്ങിയിരിക്കുന്ന അപകടങ്ങളെയും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.